കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷങ്ങളില്ലാത്തത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ രീതിയിൽ സഹായകമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് വികസനവും വർഗീയതയോടുള്ള സർക്കാരിന്റെ നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. UDF ഭരണകാലത്ത് സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും ഒരു വിഭാഗത്തോടല്ല, മറിച്ച് എല്ലാത്തരം വർഗീയ ശക്തികളോടും ഒരുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആത്മവിശ്വാസമാണ് ആവശ്യമെന്ന് ഓർമ്മിപ്പിച്ചു. നമ്മുടേത് ചെറിയ കേരളമാണെന്ന അപകർഷതാബോധം വെടിഞ്ഞ് മഹത്തായ കേരളമെന്ന ആത്മവിശ്വാസത്തോടെ മുന്നേറണം. നവകേരളം എന്നത് അസാധ്യമായ ലക്ഷ്യമല്ലെന്നും വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുകയാണ് അടുത്ത ഇടതുപക്ഷ സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യത്തിലും വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. 2016 മുമ്പ് കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന പൊതുധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുകയാണ്. വലിയ തോതിലുള്ള നിക്ഷേപങ്ങളാണ് ഇന്ന് എല്ലാ മേഖലകളിലും വന്നിരിക്കുന്നത്. നമ്മുടെ നാടിന് അനുയോജ്യമായ വ്യവസായങ്ങളെ സർക്കാർ തുടർന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വികസന നേട്ടങ്ങളും ക്രമസമാധാനവും ഉയർത്തിക്കാട്ടി ജനങ്ങളെ സമീപിക്കാനാണ് LDF നീക്കം. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ UDFും NDAയും കൂടി സജീവമായതോടെ കേരളം ഇനി കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്ക് നീങ്ങും.